ഹായ്, വെൽക്കം ടു ബയോലക്ചേഴ്സ് മലയാളം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റോൾ ഓഫ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം ഇൻ കിഡ്നി. സോ എന്താണ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ പാത്വേ എന്ന് നോക്കാം. റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ തുടങ്ങിയവ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്തെല്ലാമാണ് അവയുടെ ഫങ്ഷൻസ് എന്നിവ ഈ ഒരു പാത്വേയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. സോ ഫസ്റ്റ്, നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ, അതുപോലെ സോഡിയം ഡെഫിഷ്യൻസി ഓർ ഹെമറേജ് ഒക്കെ ഉണ്ടാകുമ്പോൾ ബ്ലഡ് വോള്യത്തിലൊരു ഡിക്രീസ് കാണപ്പെടുന്നു. ദെൻ ഇറ്റ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ ഓൾസോ. ബ്ലഡ് പ്രഷർ കുറയുമ്പോൾ അത് കിഡ്നിയിലെ ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അവ റെനിൻ എന്ന് പറയുന്ന എൻസൈമിനെ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു സെക്രീഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ബ്ലഡിലുള്ള റെനിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാസ്മ പ്രോട്ടീനായ ആൻജിയോടെൻസിനോജനെ റെനിൻ ആൻജിയോടെൻസിൻ 1 ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ ഒരു കൺവേർഷന് റെനിൻ ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ആൻജിയോടെൻസിനോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻജിയോടെൻസിൻ 1. ദെൻ ആൻജിയോടെൻസിൻ 1 ആയിരിക്കും അപ്പോൾ ബ്ലഡിൽ കോൺസെൻട്രേഷൻ കൂടിയ ഒരു കമ്പോണൻറ്റ്. ദെൻ ഈ ഒരു ആൻജിയോടെൻസിൻ 1 ബ്ലഡിലൂടെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായും അവ ലങ്സിലെ കാപ്പിലറീസിൽ എത്തുന്നതോടുകൂടി ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എന്ന എൻസൈമിൻ്റെ പ്രസൻസിൽ ആൻജിയോടെൻസിൻ 1 ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻജിയോടെൻസിൻ 2. ദെൻ ഈ ഒരു ആൻജിയോടെൻസിൻ 2 തുടർന്ന് അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അഡ്രീനൽ കോർട്ടെക്സ് ആൽഡോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ആൽഡോസ്റ്റിറോൺ ലീഡ്സ് ടു ഇൻക്രീസ്ഡ് റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഇൻ കിഡ്നി. ദാറ്റ് ഈസ് കിഡ്നിയിലുള്ള ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഇൻക്രീസസ് ആൻഡ് increases the secretion of potassium and hydrogen into urine. That is tubular reabsorptionും tubular secretionും അവ ഇൻക്രീസ് ചെയ്യുന്നു. സോഡിയത്തിൻ്റെയും വാട്ടറിൻ്റെയുമാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. എന്നാൽ പൊട്ടാസ്യത്തിൻ്റെയും ഹൈഡ്രജൻ്റെയും ട്യൂബുലാർ സെക്രീഷനാണ് കൂടുന്നത്. സോ ഈ ഒരു ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ബ്ലഡ് വോള്യം. ബിക്കോസ് സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ അവിടെ സംഭവിക്കും. അങ്ങനെ ബ്ലഡ് വോള്യം കൂടും. ദെൻ ഇൻക്രീസ്ഡ് ബ്ലഡ് വോള്യം ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ബ്ലഡ് പ്രഷർ. അബ്നോർമൽ ആയ ഒരു രീതിയിലല്ല ഈ ഒരു ബ്ലഡ് പ്രഷറിൻ്റെ ഇൻക്രീസ് അവിടെ സംഭവിക്കുന്നത്. ബിക്കോസ് എപ്പോഴാണോ ബ്ലഡ് പ്രഷർ നമുക്ക് വളരെ കുറവായിരിക്കുന്നത്, ബിക്കോസ് ഡീഹൈഡ്രേഷനോ സോഡിയം ഡെഫിഷ്യൻസിയോ മറ്റെന്തെങ്കിലും കാരണമോ നമ്മുടെ ബോഡിയിൽ നോർമൽ ആയിട്ടുള്ള ലെവലിൽ നിന്നും താഴത്തോട്ട് നമ്മുടെ BP കൊണ്ടുവരുമ്പോഴാണ് ഈ ഒരു പാത്വേ ആക്ടിവേറ്റ് ആകുന്നത്. സോ ആ ബ്ലഡ് പ്രഷർ ഒരു നോർമലിലോട്ട് തിരിച്ചെത്തുന്നു. ഇതാണ് ആൽഡോസ്റ്റിറോൺ ഫങ്ഷൻ. ദെൻ ആൻജിയോടെൻസിൻ 2 ഡയറക്ട്ലി കോസ് വാസോ കൺസ്ട്രിക്ഷൻ ഓഫ് ആർട്ടീരിയോൾ. അതായത് ആർട്ടീരിയോളിൻ്റെ വാസോ കൺസ്ട്രിക്ഷൻ അവിടെ സംഭവിക്കുന്നു. കൺസ്ട്രിക്റ്റ് ആവുന്നതോടുകൂടി അവിടെ BP ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ അവ റിട്ടേൺസ് ടു നോർമൽ ലെവൽ. ദാറ്റ് ഈസ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ പാത്വേ. റെനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കിഡ്നിയിലെ ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ആയിരിക്കും. ആ പ്രൊഡക്ഷന് കാരണമാകുന്നത് നമ്മുടെ BP കുറയുമ്പോഴാണ്. ദെൻ ഈ ഒരു റെനിനാണ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കി മാറ്റുന്നത്. ദെൻ ആൻജിയോടെൻസിൻ 1നെ ACE എന്ന് പറയുന്ന എൻസൈം ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുന്നു. ഈ 2 ആണ് ആൻജിയോടെൻസിൻ 2 ആണ് പിന്നീട് നമ്മുടെ BP റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡയറക്റ്റ് വാസോ കൺസ്ട്രക്ഷന് സഹായിക്കുന്നത്. അതുപോലെ തന്നെ അവയാണ് ആൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ദെൻ ആൽഡോസ്റ്റിറോൺ എന്ത് ചെയ്യുന്നു? സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷനെ കൂടുതൽ റേറ്റ് കൂട്ടുന്നു. അങ്ങനെയും BP റെഗുലേഷൻ സംഭവിക്കുന്നു. ഇറ്റ് ഈസ് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ പാത്വേ. നെക്സ്റ്റ്, ഈ ഒരു പാത്വേക്ക് നമ്മുടെ കിഡ്നിയിൽ എന്താണ് റോൾ എന്നാണ് നമുക്ക്
മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ബിക്കോസ് ആൽഡോസ്റ്റിറോൺ സോഡിയത്തിൻ്റെയും അതുപോലെ തന്നെ വാട്ടറിൻ്റെയും ഒക്കെ റീഅബ്സോർപ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഈ ഒരു പാത്വേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ആ ഒരു റോള് നമുക്ക് കുറച്ചും കൂടെ നമുക്ക് എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റിൻ്റെ കിഡ്നിയിലുള്ള റോൾ എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ ആൻജിയോടെൻസിൻ 2 ഫസ്റ്റ് ഇറ്റ്സ് റെഗുലേറ്റ് ദി ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, റെഗുലേഷൻ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ആൻജിയോടെൻസിൻ 2ൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മേജർ സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പാത്വേയിൽ തന്നെ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ഡിക്രീസ്ഡ് ബ്ലഡ് വോളിയം ഓർ ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ സ്റ്റിമുലേറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ആൻജിയോടെൻസിൻ 2. കറക്റ്റ് പാത്വേ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, എങ്ങനെയാണ് ഇവ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസം, അതിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഇവ ആൻജിയോടെൻസിൻ 2 നമ്മുടെ അഫറൻ ആൻഡ് എഫറൻ ആർട്ടീരിയോളിൻ്റെ കൺസ്ട്രിക്ഷൻ കൊണ്ടുവന്നുകൊണ്ടാണ് ഈ ഒരു ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതായത് അഫറൻ ആൻഡ് എഫറൻ ആർട്ടീരിയോളിനെ കൺസ്ട്രിക്റ്റ് ചെയ്യുന്നു. സോ നമ്മുടെ ഗ്ലോമറുലാർ കാപ്പിലറി നെറ്റ്വർക്കിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ കാരണം അവയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നു. ആ ഒരു ബ്ലഡ് ഫ്ലോ കുറയുന്നതോടുകൂടി നമുക്ക് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ അവിടെ കുറയുന്നു. ദാറ്റ് ഈസ് എഫക്റ്റ് ഓൺ GFR ഈസ് ഡിക്രീസ്. ഇറ്റ് ഈസ് ദി റെഗുലേഷൻ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഒന്നുമില്ല, ആൻജിയോടെൻസിൻ 2 ഡയറക്ട്ലി കൺസ്ട്രിക്ട് ദി അഫറൻ ആൻഡ് എഫറൻ ആർട്ടീരിയോൾ ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. നെക്സ്റ്റ്, റെഗുലേഷൻ ഓഫ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. ദാറ്റ് ഈസ് യൂറിൻ ഫോർമേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾറെഡി റെഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് 2 സ്റ്റെപ്പാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷനും അതുപോലെ തന്നെ ട്യൂബുലാർ സെക്രീഷനും. ഇവിടെ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്കിനി നോക്കേണ്ടത്. സോ ആൻജിയോടെൻസിൻ 2ൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മേജർ സ്റ്റിമുലസ് നേരത്തെ പറഞ്ഞത് തന്നെ ലോ ബ്ലഡ് വോളിയം ഓർ ലോ ബ്ലഡ് പ്രഷർ സ്റ്റിമുലേറ്റ്സ് റെനിൻ ഇൻഡ്യൂസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ആൻജിയോടെൻസിൻ 2. ദെൻ എങ്ങനെയാണ് ട്യൂബുലാർ റീഅബ്സോർപ്ഷനും ട്യൂബുലാർ സെക്രീഷനും സംഭവിക്കുന്നത്? അവ സോഡിയം ഹൈഡ്രജൻ ആൻറ്റിപോർട്ടേഴ്സിൻ്റെ ആക്ടിവിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് PCTയിൽ വെച്ച് സോഡിയം ഹൈഡ്രജൻ ആൻറ്റിപോർട്ടേഴ്സിൻ്റെ ആ ഒരു സ്റ്റിമുലേഷൻ അവ ഇൻക്രീസ് ചെയ്യുന്നു. അതുവഴി സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കൂടുന്നു, അതുപോലെ തന്നെ വാട്ടറിൻ്റെയും റീഅബ്സോർപ്ഷൻ കൂടുന്നു. ദാറ്റ് ഈസ് സോഡിയം വാട്ടർ റിട്ടൻഷൻ സംഭവിക്കും. നമ്മുടെ ബോഡിയിൽ സോഡിയം വാട്ടറൊക്കെ റീഅബ്സോർപ്ഷൻ ലെവൽ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ബിക്കോസ് അവയുടെ എക്സ്ക്രീഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് വോളിയം അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഒക്കെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഒരു നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. ഇറ്റ് ഈസ് ദി റീഅബ്സോർപ്ഷൻ മെക്കാനിസംസ് ഓർ റെഗുലേഷൻ ഓഫ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. സോ റെഗുലേഷൻ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ്, റെഗുലേഷൻ ഓഫ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ്, ആൻജിയോടെൻസിൻ 2 സ്റ്റിമുലേറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ആൽഡോസ്റ്റിറോൺ ബൈ അഡ്രീനൽ കോർട്ടെക്സ്. നമ്മൾ പാത്വേയിൽ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ആൻജിയോടെൻസിൻ 2 ആണ് അഡ്രീനൽ കോർട്ടെക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അവ ആൽഡോസ്റ്റിറോൺ പ്രൊഡക്ഷന് കാരണമാവുകയും ചെയ്യുന്നു. ഓർ ഇറ്റ്സ് സ്റ്റിമുലേറ്റ് ദി പ്രൊഡക്ഷൻ ഓഫ് ആൽഡോസ്റ്റിറോൺ പിന്നീട് റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് വാട്ടർ ഇൻക്രീസസ്. നെക്സ്റ്റ്, റോൾ ഓഫ് ആൽഡോസ്റ്റിറോൺ ഇൻ കിഡ്നി. ഇനി എന്താണ് ആൽഡോസ്റ്റിറോണിൻ്റെ റോൾ എന്ന് നോക്കാം. ഫസ്റ്റ്, റെഗുലേഷൻ ഓഫ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. യൂറിൻ ഫോർമേഷനെ ട്യൂബുലാർ റീഅബ്സോർപ്ഷനും അതുപോലെ ട്യൂബുലാർ സെക്രീഷനും റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഈ ഒരു ആൽഡോസ്റ്റിറോൺ ഉണ്ടാവാനുള്ള മേജർ സ്റ്റിമുലസ്? increased angiotensin 2 level and increased level of plasma potassium promote the release of aldosterone by adrenal cortex. adrenal cortex aldosterone stimulate ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മേജർ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഒന്ന് ആൻജിയോടെൻസിൻ 2ൻ്റെ ഇൻക്രീസ് ലെവലും മറ്റൊന്ന് ഇൻക്രീസ് ലെവൽ ഓഫ് പ്ലാസ്മ പൊട്ടാസ്യവും ആയിരിക്കും. അത് നമ്മൾ പാത്വേയിൽ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്.
നെക്സ്റ്റ്, എങ്ങനെയാണ് ഈ ഒരു മെക്കാനിസം സംഭവിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. ഇവിടെ സോഡിയം പൊട്ടാസ്യം പമ്പ്സിൻ്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ള എപ്പിക്കൽ മെംബ്രെയിനിൽ കാണുന്ന സോഡിയം ചാനൽസിൻ്റെയും ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് സോഡിയം പൊട്ടാസ്യം പമ്പിൻ്റെ ആക്ടിവിറ്റി എൻഹാൻസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മെക്കാനിസം കാണിക്കുന്നത്. സോ ഈ പമ്പിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി അവ സോഡിയത്തിൻ്റെയും അതുപോലെ തന്നെ ക്ലോറിൻ്റെയും റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുകയും പൊട്ടാസ്യത്തിൻ്റെ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് സോഡിയം, ക്ലോറിൻ, അതുപോലെ വാട്ടർ. ഈ 3 കമ്പോണൻസും നമ്മുടെ ബോഡിയിൽ റീഅബ്സോർപ്ഷൻ കൂട്ടിക്കൊണ്ട് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഒരു റിട്ടൻഷൻ സംഭവിക്കുന്നു. ആൻഡ് പൊട്ടാസ്യം നമ്മുടെ ബോഡിയിൽ നിന്നും സെക്രീറ്റ് ചെയ്തു പോവുകയും ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ബ്ലഡ് വോള്യം, ദെൻ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. ഇതാണ് ആൽഡോസ്റ്റിറോണിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് റോൾ ഓഫ് ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ പാത്വേ ഇൻ കിഡ്നി. ദാറ്റ് ഇസ് ഫസ്റ്റ്, നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞു. റെനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജെക്സ്റ്റാഗ്ലോമറുലാർ സെൽസ് ആണ് കിഡ്നിയിലുള്ളത്. അവ ബി പിയുടെ ലെവൽ കുറയുമ്പോഴാണ് ഈ ഒരു സെൽസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും അതുപോലെ അവ റെനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. ദെൻ ഈ ഒരു റെനിനാണ് ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കുന്നതും ആൻജിയോടെൻസിൻ 1നെ ACE എന്ന് പറയുന്ന എൻസൈം ആൻജിയോടെൻസിൻ 2 ആക്കി മാറ്റുന്നു. ഈ ആൻജിയോടെൻസിൻ 2 ആണ് പിന്നീട് ആൽഡോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ദെൻ എന്താണ് ആൻജിയോടെൻസിൻ 2ൻ്റെ ഫംഗ്ഷൻ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈസ് ദ പാത്വേ. ആൻജിയോടെൻസിൻ 2ൻ്റെ റോള് റെഗുലേഷൻ ഓഫ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ ആൻഡ് ട്യൂബുലാർ സെക്രീഷൻ. Then stimulation of adrenal cortex to release aldosterone. Then aldosterone in a function, regulation of tubular reabsorption and tubular secretion. ഇതുവഴിയാണ് സോഡിയത്തിൻ്റെയും അതുപോലെ തന്നെ ക്ലോറിൻ്റെയും വാട്ടറിൻ്റെയും ഒക്കെ റീഅബ്സോർപ്ഷൻ കൂടുന്നതും അങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡിൻ്റെ വോളിയം മെയിൻറ്റെയിൻ ചെയ്യുന്നതും BP മെയിൻ്റെനൻസ് നടക്കുന്നതും. It is the role of renin angiotensin aldosterone pathway in kidney. That is today's video. Hope you like it. Keep watching. Thank you.